എങ്ങനെ നമുക്ക് ഹോളിവേഴ്സ് വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് മൈനിങ് എങ്ങനെ ചെയ്യാം എന്നൊരു വീഡിയോ ആണിത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നിലവിൽ നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ ഏതാണോ വാലറ്റ് ഉപയോഗിക്കുന്നത്, അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ട്രസ്റ്റ് വാലറ്റാണ്, അത് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ഡിസ്കവർ ക്ലിക്ക് ചെയ്യുക. ഡിസ്കവർ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ബ്രൗസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കയറുക, holiverse.ai ക്ലിക്ക് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പണായി വരും. ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്നത് പോളിഗൺ ബ്ലോക്ക് ചെയിൻ ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുക ഡിഫോൾട്ടായിട്ട് എതേറിയം ഉണ്ടാവുക, അത് ചേഞ്ച് ചെയ്യുക, പോളിഗണിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഓൾറെഡി നമ്മളുടെ അക്കൗണ്ട് ഉണ്ടായിട്ട് ജസ്റ്റ് ജോയിൻ അടിക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന വാലറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ട്രസ്റ്റ് വാലറ്റ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മളെ വാലറ്റുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മളെ സൈറ്റ് അവിടെ ഓപ്പണായി വരും. അതിനുശേഷം നമ്മൾ ആദ്യത്തെ ടൂളായിട്ടുള്ള യൂണൈറ്റ്വേഴ്സിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ മൈൻ ചെയ്യുന്നത്. അപ്പോൾ യൂണൈറ്റ്വേഴ്സ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ലോഡിങ് വരും. ആ ലോഡിങ് വന്ന ശേഷം നമ്മളെ പേജ് ഓപ്പണായി വരും. ഈ പേജ് ഓപ്പണായിട്ട് അവിടെ ആദ്യം കാണുന്ന എല്ലാം 0 ആയിരിക്കും. അതിനർത്ഥം നമ്മൾ വാലറ്റ് കണക്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന 3 വരെ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളവിടെ വാലറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളവിടെ ലെഫ്റ്റ് സൈഡിൽ ഡിസ്കണക്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മളത് കണക്റ്റ് ആവും. നമ്മുടെ വാല്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷമാണ് ആദ്യം നമ്മൾ NTC ക്ലെയിം ചെയ്യണം. അപ്പോൾ NTC ഓൾറെഡി നമുക്കൊരു 24 hours വരിക. അപ്പോൾ എൻ്റെ 24 മണിക്കൂർ അവസാനിക്കുന്നത് ഇന്ന് രാത്രി 10:30 മണിക്കാണ്. അപ്പോൾ അത് അവസാനിച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലെയിം കൊടുക്കാം. ഇവിടെ ക്ലെയിം കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമുക്കിപ്പോൾ ഞാൻ ഓൾറെഡി ഒരു 3 ദിവസത്തെ ക്ലെയിം ഇവിടെ ഉണ്ട്, 4.74 NTC. ഇതെങ്ങനെയാണ് നമുക്ക് ബാറ്ററി ഫില്ല് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഓപ്പൺ ആക്കിയിട്ടുള്ള ടിയറിൽ എൻ്റർ ടിയർ അടിക്കുക. എൻ്റർ ടിയർ അടിച്ച ശേഷം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എത്ര മെഷീൻസാണ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത്. ഞാൻ 6 ടിയറാണ് ചെയ്തിട്ടുള്ളത്, അതിവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതിനുശേഷം തൊട്ട് താഴെ എനിക്ക് നിലവിൽ ആക്റ്റീവായിട്ടുള്ള 4 മെഷീൻസ് അവിടെ കാണാം. അവിടെ നിന്ന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എൻ്റെ ഒരുപാട് മെഷീൻസ് കാണാൻ പറ്റുന്നുണ്ട്. 10 ദിവസം ബാക്കിയുണ്ട്, 14 ദിവസം ബാക്കിയുണ്ട്, 17 ദിവസം ബാക്കിയുണ്ട്, 18 ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത്, എൻ്റെ അടുത്ത് ഇപ്പോൾ 4 NTC ഉണ്ട്. അപ്പോൾ ഓൾറെഡി ആദ്യത്തെ 2 എണ്ണമാണ് ഞാൻ ദിവസം കഴിയാനുള്ളത്. പക്ഷെ അത് ഓൾറെഡി 90% ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 10% ബാലൻസ് വെച്ചത് 100% ആയിക്കഴിഞ്ഞാൽ അവിടെ കിട്ടേണ്ട NTC അത് ക്ലെയിം ആവുന്നത്. ഫ്രീ ആയിട്ട് ഒരു ദിവസം ഒരു ബാറ്ററിക്കകത്ത് 0.345 NTC ആണ് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടാതെ ഇപ്പോൾ, അതുകൊണ്ടാണ് ഇപ്പോൾ അത് 90% ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഇവിടെ 17 ദിവസമുള്ളതിന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് 4.74 NTC ഉണ്ട്. അതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ ഒരു NTC ഇതിലെടുത്തു. ഇങ്ങനെ എൻ്റെ അടുത്ത് 4 ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു NTC എങ്ങനെ ഫില്ല് ചെയ്യുന്നത് കാണിക്കാം. ഇവിടെ 1 കൊടുത്തിട്ട് ഇവിടെ യു വിൽ ഗെറ്റ് 0.25 QR എന്ന് പറയും. ഇത് ഫില്ലടിക്കുന്നു, സ്മാർട്ട് കോൾ വരും. അപ്പോൾ ഞാൻ അപ്രൂവ് കൊടുക്കുന്നു. അപ്രൂവ് കൊടുത്ത ശേഷം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ കുറച്ച് ടൈം പ്രോസസ്സിങ് ഉണ്ടാവും. അതിനുശേഷം എന്താവും, ഇതിവിടെ ക്ലെയിമായി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിലേക്ക് കണക്റ്റ് ആയി 1.29 ഉള്ളത് 1.47 സംതിങ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ NTC അതിനകത്ത് കയറി. ഇപ്പം 40% ഉണ്ടായിരുന്നു, ഇപ്പം 50% ബാറ്ററിയായി, എൻ്റെ QRയും ആഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് NTC ക്ലെയിം ചെയ്യേണ്ടതും ഓൾറെഡി ക്ലെയിം ചെയ്ത NTC ഇതിനകത്ത് ഫില്ല് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, ക്വാണ്ടിറ്റി ഓഫ് QR നമുക്ക് കിട്ടുക. ഓക്കെ, QR ആണ് നമ്മൾ എന്താകുന്നത്, ബിറ്റ്ഫോഴ്സിലേക്ക് കോയിനായിട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് QR നമുക്ക് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് NTC ക്ലെയിം ചെയ്യുക. NTC ക്ലെയിം ചെയ്ത സാധനം ഈ പറഞ്ഞ പോലെ മെഷീനിലിട്ടിട്ട് നമുക്ക് QR കളക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.